ഈ ആയത്തിലുണ്ടോ ഫാത്തിഹ ഓതാൻ പാടില്ല? ഈ ആയത്തിലുണ്ടോ ഈ ഒരാള് മരിച്ചതിന് ശേഷം എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ ആ കിട്ടൂല എന്ന് ഈ ആയത്തിലുണ്ടോ? ഇല്ലല്ല. ആയത്തിൽ എന്താ ഉള്ളത്? ഓരോ മനുഷ്യനും അവനവൻ ചെയ്തതാണ് അവകാശം പറയാനുള്ളത്. അതാണ്. അതിന് 6 തഫ്സീറുണ്ട്, 1 2 അല്ല. എനിക്ക് അവകാശപ്പെടാനുള്ളത് മറ്റൊക്കെ ഔദാര്യ. വാപ്പ എനിക്ക് ഓതിയത്, കൂട്ടുകാർ ഓതിയത്, ബാക്കിയുള്ളവർ നാട്ടുകാർ ഓതിയതൊക്കെ എന്താ? അതൊക്കെ ഔദാര്യാണ്, ബഹുമാനമാണ്. എനിക്ക് അവകാശപ്പെടാനുള്ളത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഓതിയത്, ദിക്റല്ലിയത്, നിസ്കരിച്ചതല്ലേ, അതെനിക്ക് അവകാശപ്പെടാനുള്ളത്. അങ്ങനെ ഒരു അർത്ഥ ആയത്തിനുണ്ടോ? അങ്ങനെ അർത്ഥ ആയത്തിനുണ്ട് എന്ന് ഇസ്മായിൽ ഹജ്ജിൽ ബറൂസബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. മറ്റു ധാരാളം ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു. ഉമ്മ വാത് കേട്ടിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ആയത്തിന്റെ അർത്ഥം ഇങ്ങനല്ലേ? അപ്പൊ മകൻ പറയാം, അങ്ങനെയൊന്നല്ല ആയത്തിന്റെ അർത്ഥം. പിന്നെ ആയത്തിലൂടെ ഫാത്തിഹ ഓതണ്ടാന്ന്, ആയത്തിലൂടെ ഖുർആൻ ഓതണ്ടാന്ന്, സിയാറത്ത് ചെയ്യണ്ടാന്ന് എവിടെ? അപ്പൊ ഉമ്മ ചോദിച്ചു, സിയാറത്തിന് ഫലമില്ലെങ്കിൽ മോനെ എല്ലാ ദിവസവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരുമ്പോൾ യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഅ്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ടല്ലോ. നാളെ ഒരു ഉസ്താദ് വാദറിനെ കേട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മമാരൊക്കെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ മക്കളെ നന്നാക്കാൻ കഴിയൂല. എന്താ പഠിച്ചു വെക്കണ്ടേ? എല്ലാ ഇൽമും പഠിച്ചു വെക്കണം. തൗഹീദും വിശ്വാസവും തെളിവൊക്കെ പഠിച്ചു വെക്കണം. നമ്മള് ഉമ്മമാരെ സാധാരണ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാം പഠിക്കണം. കുട്ടികൾ വിശ്വാസം പേച്ച് വരുമ്പോ അവരെ നല്ലോണം നിർദ്ദേശിച്ചിട്ട് ഒരൊറ്റ രാത്രി തന്നെ അവരെ മനസ്സ് നന്നാക്കണം. അങ്ങനെ 2 കൊല്ലം കിട്ടിയാൽ ചേറ് നീക്കണമെങ്കിൽ ചെറുത് പോരാ. വിദേഹത്തിന്റെ കറ നീക്കണമെങ്കിൽ കട്ടിയിൽ തന്നെ ഉപദേശം കൊടുക്കണം, കട്ടിയിലുള്ള തെളിവും പറഞ്ഞു കൊടുക്കണം. ഉമ്മാമ പറഞ്ഞു, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഉമ്മാമ മുസ്ലിം ഒന്നും കണ്ടിട്ടില്ല, മുസ്ലിം ഓതി പഠിച്ച ഉസ്താദ് വേദ പറഞ്ഞ ഹദീസേ ഉമ്മാമ കേട്ടിട്ടുള്ളൂ. ഉമ്മാമ പറഞ്ഞു, മോനെ ഞാൻ ഫാത്തിഹ ഓതിന് എനിക്ക് വിരോധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മരിച്ചുപോയ വലിയ ഫാത്തിഹ ഓതിയിട്ടല്ലേ നീ കിറുകിറക്കുന്നത്? മരിച്ചുപോയ ആൾക്കാർക്കൊന്നും കിട്ടൂല എന്നല്ലേ, ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. എന്നാ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ആദ്യഘട്ടത്തിൽ 9 ദിവസത്തിൽ ഒരു ദിവസം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരാറുണ്ട്. കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ 9 ദിവസത്തിൽ 2 ദിവസമായി മാറി. അതെങ്ങനെ ഉസ്താദേ 2 ദിവസം? 9 ഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസമല്ലേ? അല്ല, ലോകത്തൊരു പെണ്ണും കൊടുക്കാത്തൊരു സംഭാവന സൗദ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിൽ സൗദ ബീവിന്റെ വീട്ടിലേക്ക് വന്നപ്പോ സൗദ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ 2ാമത്തെ പത്നിയാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അടുത്തേക്ക് വരാനുള്ള ദിവസം തങ്ങൾ പകല് വന്നാൽ മതി, എന്റെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് ദാനം ചെയ്തു. ലോകത്ത് 2ാമത്തെ ഒരു പെണ്ണ് പറയോ, ഇന്റെ അടുത്തേക്ക് ഒരാൾ അന്ന് എന്റെ അടുത്തേക്ക് തന്നെ വരണോ?